ഹായ് ഓൾ. ഇത് ഇന്നത്തെ എൻ്റെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളാവാം. ഇന്ന് ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കണം എന്ന് ഓർത്തു. അപ്പം ഞാനിവിടെ അടുത്ത് തന്നെയുള്ളൊരു ലാബിൽ പോയി ഒരു ബ്ലഡ് ടെസ്റ്റ്. കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ആവാമെന്ന് തോന്നി. പ്രായമൊക്കെ കൂടി വരികയല്ലേ. അതിനുശേഷം വീട്ടിൽ വന്ന് പഴമൊക്കെ പുഴുങ്ങി. എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ പഴം പുഴുങ്ങുന്നത് കാണും, അപ്പോൾ തോന്നും എന്താണെന്ന്. പക്ഷേ എൻ്റെ ഒരു മോർണിംഗ്സ് ഇപ്പോഴും എഗ്ഗും മുട്ടയും എഗ്ഗും മുട്ടയും ഒന്നാണല്ലോ, ഞാൻ എന്തീ പറയണത്. എഗ്ഗും കട്ടൻ കാപ്പിയും ചായയും പഴവും, ഇതാണ് എൻ്റെ ഒരു സ്റ്റേപ്പിളായിട്ടുള്ള ഇന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇത് തന്നെയായിരിക്കും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും. അപ്പം അങ്ങനെ പഴം പുഴുങ്ങി, കട്ടൻ കാപ്പി വെച്ചു. പിന്നെ അടുത്തത് മുട്ടയാണ്. പിന്നെ കുക്കിങ്ങിൽ അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ലാത്ത കാരണം എൻ്റെ കുക്കിങ്ങിൽ പല തിരിച്ചിടലും മറിച്ചിടലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഒരു മുട്ട ഉണ്ടാക്കാനാണോ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് അടുത്തിരുന്ന് വായിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും മോളുടെ വായനയിലോ അല്ലെങ്കിൽ മോളുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാനും മോളും ചെറുതായിട്ടൊരു ഡിഷൊക്കെ ആവും. അടിയും പിടിയൊന്നുമില്ല, എന്നാലും വഴക്കൊക്കെ ആവും. ചിലപ്പോൾ വർത്താനം പറയും, ചീത്തയൊക്കെ പറയും ചിലപ്പോൾ. കൂടുതലും ഉണ്ടാവാറില്ല, ഞാനങ്ങനെ പുഷ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ സൈഡിലാണെങ്കിൽ ഇങ്ങനെ പറയും. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മുട്ട മറിച്ചിടാനുള്ള എൻ്റെ ഒരു യുദ്ധമാണ്. അങ്ങനെ അവസാനം അത് ഞാൻ മറിച്ചിട്ടു. ഇങ്ങനെയൊക്കെയോ മറിച്ചിട്ടു. അതായത് ബുൾസൈ ഉണ്ടാക്കുക എന്നൊന്നും പറയുന്നത് എനിക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. ആ എഗ്ഗ് പൊട്ടാതെ ഒന്നും എനിക്കൊരിക്കലും കിട്ടാറില്ല. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് പൊട്ടിയില്ല, അപ്പോൾ രണ്ടാമതെങ്കിലും ഒന്ന് വീഡിയോയിൽ ഇടാൻ വേണ്ടി ചെയ്യാമെന്ന്. പക്ഷെ അത് പിന്നെ തിരിച്ചിടാറില്ലല്ലോ അല്ലേ, ആരും തിരിച്ചിടാറുണ്ടാവില്ല. പക്ഷെ ഞാൻ തിരിച്ചിടും. കാരണം എന്താണെന്നറിയോ, എനിക്കതിങ്ങനെ വേവാതിരിക്കണതിനോട് വലിയൊരു അഭിപ്രായമില്ല. അപ്പം ഞാനും മോൾക്കും അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ ഇതാ ചായ വെക്കണു. ചായ ഇല്ലാത്തൊരു ദിവസം പറ്റില്ല. രാവിലെയും വൈകുന്നേരം ചായ കുടിക്കും. തലവേദനയുള്ള കൂട്ടത്തിലാണ്, അപ്പം രാവിലെയും വൈകുന്നേരം ചായ നിർബന്ധമാണ്. പിന്നെ മധുരം ഇടാതെയൊക്കെ ചിലപ്പോൾ ചായ കുടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ മിക്കതും മധുരമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചായ രാവിലെയും വൈകുന്നേരവും ഉണ്ടായിരിക്കും. അപ്പോൾ ചായയും ഒരു മുട്ടയും, അത് പുഴുങ്ങിയതോ എങ്ങനെയെങ്കിലും, പിന്നെ ഒരു പഴം പുഴുങ്ങിയതും, ഇതിൻ്റെ പകുതി, അതാണ് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. ഇന്നിപ്പം ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വന്നു, ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസാണ് ഇന്നും ഇടാറുള്ളത്. അത് ഇന്നൊന്ന് വോയിസ് ഓവർ കൊടുത്തൊരു വീഡിയോ ഒക്കെ ഇട്ട് നോക്കിയതാണ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.